ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മളെ ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, ഞാൻ ശരിക്കും പറഞ്ഞാൽ നമ്മളെ ബേസിലായിരുന്നു നിൽക്കേണ്ടുള്ളത്, പക്ഷേ ഞാനിപ്പം ബേസിലല്ല. അത് ഞാൻ എക്സ്പ്ലോറിങ്ങിനായിട്ട് ഇറങ്ങിയതാണ്. ആദ്യം ഞാൻ ഒരു ക്ലിപ്പ് റെക്കോർഡ് ചെയ്തതാണ്. അതിനുശേഷം ആ ക്ലിപ്പ് ഡിലീറ്റ് ആയിപ്പോയി ഗൈസ്. സോ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നമുക്കൊന്നും കൂടെ എടുക്കാം, ഇവിടെ നിന്ന് എടുക്കാം. എൻ്റെ ബേസ് ഇത് ആ മലയിലാണ് ഗൈസ് ഇരിക്കുന്നത്, അതിൻ്റെ തൊട്ടപ്പുറയാണ്. സോ അത് മല ഒരു ഐലൻഡ് എന്ന് വേണമെങ്കിൽ പറയാം, ഒരു ലാൻഡ്. ഓക്കെ, നമുക്കിതായി ഒരു കോളൊന്ന് എടുക്കാം. അയ്യോ, ഈ പി കേസ് വയ്ക്കാം. ഓക്കെ ഓക്കെ ഗൈസ്, ഞാൻ ആ കോളെല്ലാം എടുത്തിട്ടുണ്ട്. ഞാൻ സത്യത്തിൽ ഇങ്ങോട്ട് വല്ല വില്ലേജ് ഉണ്ടോ എന്ന് തപ്പാനായിട്ട് ഇറങ്ങിയതാണ്. നോക്കുമ്പോൾ ഇവിടെ ഒരു വലിയ ഓഷൻ ഗൈസ്. ഇത് നമുക്കൊരു ചെറിയ പണിയാണ്. ഇവിടെ ഒരു ഓഷനാണ്. ഇത് നമുക്ക് ചെറിയൊരു പണിയാണ്. നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് നമ്മളെ ബേസിലോട്ട് പോയിട്ട് തൊട്ടപ്പുറമാണ്, അങ്ങോട്ട് പോയി നോക്കാം ഗൈസ്. ഓക്കെ, ഇതൊക്കെ ഗൈസ്. ഞാനിപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്ന് കയറി ഒരു മിനിറ്റ്, എൻ്റെ ഇതൊക്കെ ഇവിടെ വെച്ചേക്കാം. ഓക്കെ, ഇനി നമുക്ക് നേരെ നമ്മൾ ബേസ് പോയിരിക്കുന്നു. കണ്ട, ഇതൊരു ബേസ് അല്ല, ഇത് ജസ്റ്റ് ഒരു ബെഡ് ഇട്ടിരിക്കുന്നു, ഒരു ചെസ്റ്റ് ഇട്ടിരിക്കുന്നു. ഇത് ബേസ് അല്ല ബേസ്. ഭയങ്കര വിറ്റാണല്ലോ ബേസ് നേരെ കാണാൻ. ഓക്കെ, ഞാൻ ബേസിലെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് സോർട്ട് ചെയ്ത് വെക്കാം. അതിന് നമ്മൾ മോഡ് ഇട്ടിട്ടുണ്ട്. ഈസി ആയിട്ട് സോർട്ട് ചെയ്ത് വെക്കാനും പറ്റും. ഓക്കെ, അത് നല്ലൊരു കാര്യമായി. ഇനി നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ തുടങ്ങാം. ഓക്കെ, ബെഡ് ഉണ്ടാക്കിക്കൊണ്ട് പോയാലോ ഗൈസ്. കയ്യിലൊരു ബെഡ് ഇരിക്കുന്നത് എപ്പോഴും സേഫ് ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഒരു ബെഡ് അങ്ങോട്ട് ക്രാഫ്റ്റ് ചെയ്യാം. ഓക്കെ, കയ്യിൽ വെച്ചിരിക്കാം ബെഡ്. ഇനി നമുക്ക് ഞാൻ എന്താ ഫർണസിലാണ് ക്ലിക്ക് ചെയ്തത്, എന്നിട്ട് ചെസ്റ്റ് എങ്ങനെ തുറന്നു ഗൈസ്? ബഗ്രോക്ക് എഡിഷൻ. ഇത് രാത്രി ആയില്ലേ? ഓ മൈ ഗോഡ്. ഓക്കെ, നമ്മളെ മൂന്നാമത്തെ ഡേയും ഞാൻ സർവൈവ് ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തെ അല്ല, രണ്ടാമത്തെ ഡേ. ഇപ്പോഴാണ് മൂന്നാമത്തെ ഡേ ശരിക്കും. ഓക്കെ, നമുക്കിനി നേരെ ഈ ഒരു സൈഡിലോട്ട് വെച്ച് പിടിക്കാം. അതിനു മുമ്പേ എൻ്റെ കോർഡിനേറ്റ്സ് ഞാനൊന്ന് കോപ്പി ചെയ്ത് വെക്കാം. അപ്പോൾ ഗൈസ്, ഈ ഒരു കോർഡിനേറ്റ്സ് കോപ്പി ചെയ്യുന്ന ഈ ഒരു സംഭവം നമ്മൾ നമ്മൾ മൈൻക്രാഫ്റ്റിലെ സെറ്റിങ്സ് തന്നെയാണ്. നമുക്കിത് ഓൺ ആക്കാൻ പറ്റും. ഇതൊരു ഹിഡൻ സെറ്റിങ്സ് ആണ്. ഹിഡൻ അല്ല, ഇതാണ്. പക്ഷേ ഇത് മിക്ക ആൾക്കാർക്കും അറിഞ്ഞുകൂടാ. സോ ഇതിപ്പോൾ ഞാൻ കണ്ടെത്തിയതാണ്. സോ ഇനി നമുക്ക് പോകുന്ന വഴി ഇവന്മാരെ കൊന്നുകൊണ്ട് തന്നെ നമുക്ക് കുറേ വല്ലതും ഉണ്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും വല്ലതും ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വരാം. എന്തെങ്കിലും കാണുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. ഓക്കെ, പക്ഷേ ഞാൻ കുറച്ചൊന്നും ഇങ്ങോട്ട് വന്നേ ഉള്ളൂ. അപ്പോഴത്തേക്കും ഇതൊരു ഓഷനായെന്ന് തോന്നുന്നു ഗൈസ്. എനിക്ക് പണി കിട്ടിയോ എന്നൊരു സംശയമുണ്ട്. ഇവിടെ ഒരു ചെറിയ കേവ് ഉണ്ട്. കേവാണോ അറിഞ്ഞൂടാ, ചെറിയൊരു ഓപ്പണിംഗ് ഉണ്ട് എന്തായാലും. ഇങ്ങോട്ട് കുറച്ച് ഫുഡ് ഞാൻ കാണുന്നു. എനിക്ക് ലെതർ ഒപ്പിക്കാൻ വേണ്ടിയിട്ടാണോ? ഓക്കെ, ഇതൊരു കേവല്ല. ഓക്കെ, ദാണ്ട് കൈസാ ഇങ്ങോട്ട് ഓഷനാണ്. നമുക്കിനി അങ്ങോട്ടൊന്ന് പോയി നോക്കാം. അതിനുമുമ്പ് ഈ കോളം എടുത്തേക്കാം നമുക്ക്. ഓക്കെ, അങ്ങോട്ട് ഞാൻ എന്തൊക്കെയോ കാണുന്നുണ്ട്. ആ സൈഡിലോട്ട് ഞാൻ എന്തൊക്കെയോ കാണുന്നുണ്ട് കേസ്. അങ്ങോട്ട് കണ്ട ഒന്ന് റൂയിൻഡ് പോർട്ടലല്ലേ? നമ്മൾ ആദ്യം കണ്ട റൂയിൻഡ് പോർട്ടലാണെന്ന് തോന്നുന്നു കേസ്. അത് ഇനി കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു എനിക്ക്. ബൈസ് അയണിരിക്കുന്നു. ഓക്കെ, ഇതും കൂടെ എടുത്തോണ്ട് പോവാം. ഓക്കെ, പറ്റിച്ച് കേസ് നമ്മളെ. വോട്ട് അതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാറുള്ളതാണ്. നമുക്ക് അതിൽ നിന്നൊരു ലോഡ് സ്റ്റോൺ കിട്ടിയെങ്കിൽ നല്ലതായിരുന്നു കേസ്. ഇവിടെ നിന്ന് ഈ റൂയിൻഡ് പോർട്ടലിൽ നമുക്ക് ലോഡ് സ്റ്റോൺ കിട്ടിയാൽ നല്ലതായിരുന്നു. അങ്ങോട്ട് എന്തൊക്കെയാണ് ഞാൻ കാണുന്നുണ്ട്, നോക്കട്ടെ. 2 ഗോൾഡ് ബ്ലോക്ക് ഉണ്ട്. അവിടെ ഒരു ഗോൾഡ് ബ്ലോക്ക് ഇരിക്കുന്നു. ഞാൻ എല്ലാം എടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഈ ഒരു ചെസ്റ്റും കൂടെ എടുക്കാം. ഇനി നമുക്ക് കിട്ടിയ സാധനങ്ങൾ എന്താണെന്ന് നോക്കാം. നല്ലൊരു സോഡാണല്ലോ ഗൈസ്. ഗോൾഡൻ ആപ്പിൾ കിട്ടി, ഒബ്സിഡിയൻ കിട്ടി, ലോഡ് സ്റ്റോൺ കിട്ടി ഗൈസ്. ലോഡ് സ്റ്റോൺ എന്തിനാന്ന് ഞാൻ പറഞ്ഞു തരാം. അത് ലോഡ് സ്റ്റോണിൻ്റെ ഉപയോഗം ആയിരിക്കും അറിഞ്ഞൂടാ എന്നുണ്ടെങ്കിൽ രക്ഷപ്പെട്ടു ഗൈസ്. ഇങ്ങോട്ടൊരു ഫോറസ്റ്റ് ഉണ്ട്. പിന്നെ മരത്തിന് വലിയ ക്ഷാമമില്ല. ഓക്കെ, അത് റെഡി. അതെന്തായാലും നന്നായി. അങ്ങോട്ട് ഇനി വീണ്ടും ഓഷനാണ് ഗൈസ്. ഇത് പണിയാണ്. നമുക്ക് വില്ലേജ് കണ്ടുപിടിക്കണം.
എങ്കിലേ നടക്കൂ ഗൈസ്. വില്ലേജ് ഇല്ലെങ്കിൽ നമുക്ക് നല്ല പാടാണ്. ആ ഇല്ല, പോയി നോക്കാം. ഓക്കെ, ഇവന്മാരും കൂടെ കൊന്നുകൊണ്ട് തന്നെ പോകാം ഗൈസ് നമുക്ക്. ആ ഇവിടെ ഒരു ഗ്രാനൈറ്റും ആൻഡസൈറ്റിൻ്റെ വീനൊക്കെ ഞാൻ കാണുന്നുണ്ട്. ഈ കോൾ എടുത്തെടുത്ത് എൻ്റെ പിക്കാസിൻ്റെ ഡ്യൂറബിലിറ്റി ചെയ്യാറായി. എന്നാലും കോൾ എടുക്കണം ഗൈസ്, നല്ല യൂസ്ഫുൾ ആണ് കോള്. ഓക്കെ, എന്തായാലും നമ്മൾ എക്സ്പ്ലോറിങ് വെറുതെ ആയില്ല. നമുക്ക് ഈ ഒരു ഫോറസ്റ്റ് എങ്കിലും കിട്ടി, അത് നമുക്ക് ആവശ്യമായിരുന്നു. കാരണം എൻ്റെ ചെസ്റ്റിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം, എൻ്റെ ആ ഒരു ഇത് നല്ല കുറവാണ്. ഏതാണ് നമ്മളെ വുഡ് നല്ല കുറവാണ്, 4 പീസ് എങ്ങാണ്ട് ഉള്ളായിരുന്നു. അതിനകത്ത് നിന്ന് ഒരെണ്ണം എടുത്തിട്ടാണ് ഞാൻ ഈ ഒരു ബെഡ് ക്രാഫ്റ്റ് ചെയ്തതും. സോ നമുക്ക് എന്തായാലും യൂസ്ഫുൾ ആണ് ഗൈസ്. ഓക്കെ, നമുക്ക് ബിൽഡിംഗ് ഒക്കെ ചെയ്യേണ്ടി വരുമ്പം നമുക്ക് എന്തായാലും ഫോറസ്റ്റിൻ്റെ യൂസ് വരും. ഓക്കെ ഗൈസ്, ഇത് നോക്കിയതാ, ഇതെന്താണ് ഗൈസ്? ഇതാ മൊത്തം കോളാണ് ഇവിടെയൊക്കെ. പക്ഷേ ഇത് എടുക്കാതെ പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല പണി കിട്ടും ഗൈസ്. സോ ഞാൻ ഇത് എടുത്തുകൊണ്ട് തന്നെ പോകുന്നു. ഈ പിക്കാക്സ് പൊട്ടാതെ നമുക്ക് നോക്കണം. പിക്കാക്സ് പൊട്ടുന്നതിന് മുമ്പേ നമുക്ക് ഈ ഒരു മൈനിങ് നിർത്തിയിട്ട് നമുക്ക് ബേസിലോട്ട് പോകാം. കുറച്ചും കൂടെ നേരെ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം ഗൈസ്. ഞാൻ ഈ ഒരു വെയിനും കൂടെ എന്തായാലും കോള് മൈൻ ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ ഇതും കൂടെ മൈൻ ചെയ്യാം ഗൈസ്. ഇത് 2 ലെയർ ഉണ്ടെങ്കിൽ 2 ലെയർ ഉണ്ടോ, കളിപ്പാണല്ലോ. എന്തായാലും നമുക്ക് കോള് കിട്ടും, അതുകൊണ്ട് വലിയ വിഷയമില്ല. മഴ തുടങ്ങി ഗൈസ്. നമുക്ക് ഈ കോൾ എടുത്തിട്ട് എല്ലാം എടുത്തോ. ഓക്കെ, ഇനി നമുക്കിത് അങ്ങോട്ട് പോവാം. അങ്ങോട്ട് പോകുന്നതിന് മുമ്പേതാ ഇവനെ കൊന്നിട്ട് അവിടെ 3 പേര് ഇരിക്കുന്നുണ്ട്. അവർ പശു നിൽക്കുന്നു ഗൈസ്. അവന്മാരെല്ലാം കൊന്നിട്ട് പോവാം ഗൈസ് നമുക്ക്. പക്ഷെ ഇതാണ് എൻ്റെ കുഴപ്പം, ഇതാണ് നല്ല ലാഗ് അടിക്കുന്ന കൊണ്ടാണ് ഞാൻ വീഡിയോ തന്നെ നിർത്തി വെച്ചത് ഇടയ്ക്ക് വെച്ച്. ഓക്കെ ഗൈസ്, അയൺ ഇരിക്കുന്നു ഇവിടെ, അതും കൂടെ എടുക്കാം. അയൺ എടുക്കണം ഗൈസ്. ഇതുകൊണ്ടാണ് ഞാൻ ഡ്യൂറബിലിറ്റി കളയരുതെന്ന് പറഞ്ഞത് പിക്കാസിൻ്റെ. ഓച്ചാൻ കിട്ടി. ഇത് 7 ലെതർ അങ്ങോട്ടുണ്ട് ഗൈസ്. ഇതൊരു സ്റ്റോണി പീക്ക് ആണല്ലോ. എന്തായാലും വന്നതല്ലേ ഗൈസ്, നമുക്ക് ആ ഷുഗർ കെയിനെങ്കിലും എടുത്തിട്ട് പോവാം. ഓക്കെ, ഇത്ര ഷുഗർ കെയിൻ ഇവിടെ ഇരിപ്പുണ്ട്. ഓക്കെ, ഇതെല്ലാം എടുത്തിട്ട് നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. ഓക്കെ, ഇനി ഞാൻ ബേസിലെത്തിയിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. പിന്നെ ഗൈസ് വേറൊരു കാര്യം, ഞാൻ ഈ ഒരു സീരീസിൽ ഇതുവരെയായിട്ട് ചത്തിട്ടില്ല, ഇതുവരെയായിട്ട് ഒരു പ്രാവശ്യം പോലും മരിച്ചിട്ടില്ല. ഓക്കെ, അത് നല്ലൊരു കാര്യമാണ്. ഞാൻ ഇതുവരെ ഈ ഒരു സീരീസ് തുടങ്ങിയിട്ട് ചാവാതിരുന്നിട്ടില്ല 3 ദിവസം വന്നു. ഓക്കെ, സോ ഇതൊരു നല്ല സ്റ്റാർട്ടിങ് ആണെന്നാണ് എൻ്റെ വിശ്വാസം ഗൈസ്. ഓക്കെ, നമുക്കിനി കുറച്ച് നല്ല ആർമറും ടൂൾസും ഒക്കെ ഒപ്പിച്ചിട്ട് വേണം ഇങ്ങോട്ടൊന്ന് വന്ന് കുറേ മരമെല്ലാം ഒപ്പിച്ച് കുറച്ച് പരിപാടി ഉണ്ട് ഗൈസ് നമുക്ക്. ഇതിപ്പോൾ ഞാൻ ബേസ് എത്തിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. ഗൈസ് ഞാൻ ചത്തില്ലെന്ന് പറഞ്ഞതേ ഉള്ളൂ. എൻ്റെ മോനെ, ഇതെന്താടാ ഇത് ഗൈസ്? പുറകെ എല്ലാവരും ഉണ്ട് കേട്ടോ. നമ്മൾ ബേസ് എത്തി. ഇവനെ അങ്ങ് അടിച്ച് മാറ്റാം, അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും ഗൈസ്. ഓക്കെ, നമുക്ക് പെട്ടെന്ന് നമ്മളെ ബേസിലോട്ട് ആരും കാണത്തില്ല ഗൈസ്, കാണത്തില്ല. ഓക്കെ ഓക്കെ ഗൈസ്, രാവിലെ ആയി. ഇനി നമുക്ക് ചെറിയ ക്രീപ്പറാണ് തരുന്നത്. ക്രീപ്പറിന് നമുക്ക് ഇങ്ങനെ അടിച്ചിട്ട് ബാക്കിലോട്ട് വരണം, എന്നിട്ട് വീണ്ടും അടിച്ചിട്ട് ബാക്കിലോട്ട് വരണം, എന്നിട്ട് വീണ്ടും അടിച്ചിട്ട് ബാക്കിലോട്ട് വരണം,
പിന്നെ നമുക്കൊരു ക്രിട്ടിക്കങ്ങ് അടിക്കാം. അത്രേ ഉള്ളൂ കേസ്, തീർന്നുണ്ടോ ക്രീപ്പർ? ഇത്രേ ഉള്ളൂ കേസ്, ഇതൊക്കെ എത്രേ ഉള്ളൂ. നമ്മൾ ഇതുപോലെയാണ് കേസ്, നമ്മൾ പ്രോ ആണ്. ഏതാണ് അതൊക്കെ എത്രേ ഉള്ളൂ. ഇനി നമുക്കിതാ ഇവനെ കൊല്ലാം. ഓക്കെ, അങ്ങനെ നമ്മളെ ചെറിയൊരു എക്സ്പ്ലോറിങ് ഇവിടെ തീർന്നിട്ടുണ്ട്. ഇനി നമുക്ക് നാളെ ഇരുന്നിട്ട് നമുക്ക് നമ്മളെ ബേസ് പണിയാൻ വേണ്ടി ഒരു സ്ഥലം കണ്ടെത്തണം. ഇത് നമുക്ക് പിന്നീട് പണിയായിരിക്കും സമയം നമ്മൾ കൊന്നില്ലെങ്കിൽ. ഓക്കെ, ഇനി നമുക്ക് നാളെ ഇരുന്നിട്ട് നമ്മളെ ബേസ് പണിയാനായിട്ട് ഒരു സ്ഥലം കണ്ടെത്തണം ഗൈസ്. ഓക്കെ, ഒരു സ്ഥലം കണ്ടെത്തിയിട്ട് വേണം നമുക്ക് നമുക്ക് കുറച്ച് സംഭവങ്ങൾ ചെയ്യാനുണ്ട്. നമുക്ക് ഒരു ബേസിൻ്റെ സ്ഥലം കണ്ടെത്തിയിട്ട് വേണം എനിക്ക് നിങ്ങളുടെ അടുത്ത് എൻ്റെ ഒരു ബേസിൻ്റെ ഐഡിയ പറഞ്ഞു തരാനും പിന്നെ കുറച്ച് കാര്യങ്ങൾ അങ്ങനെ ചെയ്യാനുണ്ട്. ബേസിൻ്റെ ഐഡിയാസ് പറഞ്ഞു തരണം, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പിന്നെ നമുക്ക് ഇന്ന് എക്സ്പ്ലോറിങ് മാത്രം ആക്കണോ ഗൈസ്? അതിപ്പോൾ ഒന്നും ഇല്ലല്ലോ, നമ്മൾ ഒന്നും ചെയ്യാതെ ഇങ്ങ് പോയാൽ എങ്ങനെയാണ് ഗൈസ്? അത് ശരിയാവുമോ? ഒന്നും ചെയ്യാതെ പോകണോ ഗൈസ്? നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണ്ടേ? നമുക്ക് അങ്ങനെ ആണെങ്കിൽ ഓക്കെ ഗൈസ്, തൽക്കാലം ഇത് മതി. നമുക്ക് തമ്നെയിലായിട്ട് എടുക്കാൻ വേണ്ടി ഞാൻ ഇതാണ് ഉപയോഗിക്കാൻ പോകുന്നത്. ഇവിടെ വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. എന്തായാലും നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവം കിട്ടി, ഫോറസ്റ്റ് കിട്ടി. പക്ഷേ ഇന്നത്തെ ഗോൾ എന്ന് പറയുന്നത് നമുക്ക് നമ്മളെ വില്ലേജ് കണ്ടെത്തുക എന്നുള്ളതായിരുന്നു. ഓക്കെ, അത് നടന്നില്ല. ഇനി നമുക്ക് നാളെ ഇരുന്നിട്ട് നമ്മളെ ബേസ് ഉണ്ടാക്കാനായിട്ടൊരു സ്ഥലം കണ്ടെത്തണം. അല്ലെങ്കിൽ പിന്നെ നമുക്കത് ഇങ്ങോട്ടിങ്ങനെ വന്നിട്ട് ഈ സ്ഥലമെല്ലാം ഫ്ലാറ്റ് ആക്കിയിട്ട് പണിയേണ്ടി വരും. 2000 years later. എനിക്ക് ബേസിന് ഒരു ഐഡിയ ഉണ്ട് ഗൈസ്. ഓക്കെ, നമുക്കത് ട്രൈ ചെയ്ത് നോക്കാം. സോ അപ്പോൾ എനിവേസ് ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ നമുക്ക് നമ്മളെ ഞാൻ പറഞ്ഞ സംഭവം നമുക്ക് ചെയ്യാം. നമ്മളെ സ്റ്റാർട്ടർ ബേസ് അല്ലെങ്കിൽ നമ്മളെ ബേസ് പണിയാനുള്ള സ്ഥലം ഒന്ന് കണ്ടെത്താൻ നോക്കാം. സോ അടുത്ത വീഡിയോ, അപ്പോൾ ഗൈസ് അടുത്ത വീഡിയോ നമ്മൾ കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഗുഡ് ബൈ.